അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആരെങ്കിലും ഒരാൾ യുദ്ധം മുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്താൽ അവൻ്റെ പരലോക വീതം കുറയുമോ? മൻ ഖാതല ലിൽ മഗ്നമി ഹൽ യൻഖുസു മിൻ അജ്രിഹി. അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു നാട്ടിൻപുറത്തുകാരനായ ആട്ടിടയനായ ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഒരു മനുഷ്യന് യുദ്ധം മുതൽ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? വേറൊരാൾ യുദ്ധം ചെയ്യുന്നു ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ ജിഹാദിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ് എന്നൊക്കെ പറയിപ്പിക്കാൻ, എന്നെപ്പറ്റി നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ യുദ്ധത്തിന് പോകുന്നു. അങ്ങനെ ഒരാൾ. വേറൊരാൾ, രണ്ടാമത്തെ ആൾ യുദ്ധത്തിന് പോകുന്നത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനാണ്, അതായത് വലിയ യുദ്ധമൊക്കെ ചെയ്യുന്ന നല്ല മനുഷ്യനാണ് എന്ന് പറയിപ്പിക്കാൻ. മൂന്നാമതൊരാൾ പോകുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് അവൻ ധീരനാണ്, ധൈര്യശാലിയാണ്, ശക്തിശാലിയാണ്, അവൻ ഒറ്റയടിക്ക് 30 പേരെ കൊന്നു എന്നൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി പോകുന്നവർ. ഇതിൽ ഏതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള യുദ്ധം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്, അതായത് അള്ളാഹുവിൻ്റെ വാക്കിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ വാക്ക് അല്ലി വചനം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുന്നു, അതായത് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ ഇല്ല, അതായത് ഇസ്ലാമിക ഏകദൈവ വിശ്വാസം, അവനാകുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റവും മഹത്വം ഉള്ളവൻ. അപ്പോൾ അത് സമ്പത്ത് മാത്രം നോക്കി പോകരുത്, യുദ്ധം ചെയ്യാൻ പോകുന്നു അള്ളാഹുവിന് വേണ്ടി. അള്ളാഹു പറഞ്ഞു, റസൂൽ പറഞ്ഞു, നമ്മൾ ചെയ്യുന്നു. യുദ്ധം മുതൽ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ മരിച്ചാൽ സ്വർഗം കിട്ടും. കൂടെ എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ, ഇപ്പോൾ ഈ ധൈര്യശാലിയാണെന്ന് പറയിപ്പിക്കണം, നാട്ടുകാരെ കൊണ്ട് നല്ല 4 വാക്ക് പറയിപ്പിക്കണം, അങ്ങനെയൊക്കെ ചെയ്താൽ അതിന് കൂലി ഉണ്ടാവുകയില്ല. കാരണം പരലോകത്തിൻ്റെ ലിമാഷറയുടെ ഹദീസുകളിലൊക്കെ കൃത്യമായി പറയുന്നുണ്ട്, നീ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്, നാട്ടുകാർ നിന്നെ കണ്ടു, അവർ നിന്നെ പറ്റി നല്ലത് പറഞ്ഞു, നിനക്ക് ഇവിടെ വീതമൊന്നുമില്ല, നരകത്തിലേക്ക് പോയിക്കൊള്ളാൻ പറയും. അതുപോലെ സദക്ക കൊടുത്ത ആൾ, സക്കാത്ത് കൊടുത്ത ആൾ, കൂടുതൽ നിസ്കരിച്ച ആൾ, അവരോടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, നീ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, എനിക്ക് വേണ്ടിയിട്ടല്ല, നാട്ടുകാർ കണ്ടു, നിൻ്റെ കൂലി നിനക്ക് ഭൂമിയിൽ വെച്ച് കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിയ്യത്താണ് മെയിൻ എന്ന് പറയാറുണ്ട്. മനസ്സിൽ എന്താണോ അതുപോലെയായിരിക്കും ആവുക. പള്ളി പോയിലെ ആൾക്കാരെന്ത് പറയും എന്ന് വിചാരിച്ച് പള്ളി പോയാൽ അത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പള്ളിപ്പോക്കാണ്. അതിന് കാര്യമായ കൂലിയൊന്നുമില്ല, ചിലപ്പോൾ പണിയും കിട്ടും. കാരണം അല്ലെങ്കിൽ ശിർക്കിന് തുല്യമായതാണ്. കാരണം നമസ്കാരം അല്ലാഹുവിനുള്ളതാകുന്നു, അത് മറ്റുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾ കണ്ടോട്ടെ, അല്ലെങ്കിൽ നാട്ടുകാർ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് നമസ്കരിച്ചാൽ ആ നമസ്കാരം അല്ലാഹുവിനുള്ളതല്ല. അതുകൊണ്ട് നരകത്തിൽ പോകാനുള്ള സാധ്യത കൂടുതൽ ആണ്. ഹദ്ദസനാ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു ഖാല ഖാല അറബിയ്യുൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുലി യുഖാതിലു ലിൽ മഗ്നമി വറജുലു യുഖാതിലു ലിയുദ്കറ വയുഖാതിലു ലിയുറാ മകാനുഹു മിൻ ഫീ സബീലില്ലാഹി ഫഖാല മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ വലിയ ഫഹുവ ഫീ സബീലില്ലാഹ്. ഇമാമ യുദ്ധമുതലുകൾ, അല്ലെങ്കിൽ നേതാവ് യുദ്ധമുതലുകൾ വീതം വെച്ച് കൊടുക്കുന്നു. അയാൾ കുറച്ച് അയാളുടെ അരികിൽ വയ്ക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് വീതങ്ങൾ. കാരണം ആ സമയത്ത് കുറച്ച് പേര് അവിടെ ഇല്ല, അപ്പോൾ അവിടെ ഇല്ലാത്ത കുറച്ച് പേർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഖിസ്മത്തുൽ ഇമാമി മാ യഖ്ദമു അലൈഹി വയഖ്ബഉ ലിമൻ ലം യഖ്ദുർഹു ഔ ഗാബ അൻഹു. അബ്ദുല്ലാഹിബ്നു അബീ മുലൈക്ക വിശദീകരിക്കുന്നു, കുറച്ച് പട്ട് തുണികൾ അല്ലെങ്കിൽ ഉടുപ്പുകൾ, അതിൽ സ്വർണ്ണ ബട്ടൺസ് ഉണ്ടായിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം അത് സഹാബാക്കൾക്കിടയിൽ വീതം വെച്ചു കൊടുത്തു. ഒരെണ്ണം മഹ്റമ ഇബ്നു നൗഫലിന് വെച്ചു. പിന്നീട് മഹ്റമ ആളുടെ മോനുമായിട്ട് വന്നു, അതായത് അൽ മിസ്വാർ ഇബ്നു മഹ്റമ. അദ്ദേഹം പടിവാതിൽക്കൽ വന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിനെ വിളിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കൂ എൻ്റെ അടുത്തേക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശബ്ദം കേട്ടു. അപ്പോൾ ആ പട്ട് തുണി അല്ലെങ്കിൽ പട്ട് ഉടുപ്പും ആയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. ആ സ്വർണ്ണ ബട്ടൺസുകളും അദ്ദേഹത്തിന് മുമ്പിൽ അവിടെ വച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ അബുൽ മിസ്വാർ, ഇത് ഞാൻ നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. അല്ലയോ അബുൽ മിസ്വാർ, ഇത് ഞാൻ നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. മഹ്റമ ഭയങ്കര ദേഷ്യമുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ ചിലപ്പോൾ വീതം കിട്ടാത്തതുകൊണ്ട് ചൂടായി വന്നതായിരിക്കും. എന്നിട്ട് പറഞ്ഞു, മോനെ വിട്ട് റസൂലിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ വന്നിട്ട് അകത്തേക്ക് കയറാതെ. അപ്പോൾ ഭയങ്കര ചൂടുള്ള ആളാണെന്ന് തോന്നുന്നു. സഹാബാക്കളൊക്കെ പല രീതിയിലുള്ള സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. എല്ലാ ക്ഷമയുടെ അങ്ങേയറ്റമുള്ളതും ദേഷ്യത്തിൻ്റെ അങ്ങേയറ്റമുള്ളതും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നാൽ സഹാബാക്കളൊന്നും അങ്ങേരെ മുമ്പിലേക്ക് പോയില്ലായിരുന്നു, പേടിയായിരുന്നു.
അപ്പോൾ അവരെല്ലാവരും സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യർ ആയിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രവാചകൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ അവരാണ്. സാധാ മനുഷ്യരിൽ ഭൂമിയിൽ കൂടെ നടന്നിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് സിദ്ദീഖാണ്. രണ്ടാമത്തെ ഏറ്റവും നല്ല മനുഷ്യൻ പ്രവാചകന്മാർ കഴിഞ്ഞാൽ വെറും മനുഷ്യരിൽ ഏറ്റവും നല്ലത് ഉമറാകുന്നു. അങ്ങനെയൊക്കെയാണ് അവരുടെ സ്ഥാനമാനങ്ങൾ. ഔലിയാക്കന്മാരൊക്കെ ഇവരൊക്കെ ഒരുപാട് പുറകിലാണ് വരിക, പക്ഷെ നമ്മളെക്കാളും മുമ്പിലാണ് സംഭവിച്ചിരിക്കുന്നു. വെറുതെ ഔലിയാക്കന്മാരെ പുറകെ പോയി ജീവിതം കൊഞ്ഞാട്ടയാക്കരുത്. അൻ അബ്ദുല്ലാഹി ഇബ്നു അബി മുലൈക്കത അൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹ്ദിയത് ലഹു ഉഖ്ബിയത്തുൻ മിൻ ദീബാഖിൻ മുസറദത്തുൻ ബിദ്ദഹബി ഫഖസമഹാ ഫി ഉനാസിൻ മിൻ അസ്ഹാബിഹി വഅസല മിൻഹാ വാഹിദൻ ലിമഖ്റമത ഇബ്നി നൗഫലിൻ ഫജാഅ മാഹു ഇബ്നുൽ മിസ്വറു ഇബ്നു മഖ്റമത فقام على الباب فقال ادعوا لي فسمع النبي صلى الله عليه وسلم صوته فأخذ قباء فتلقاه به واستقبله بأزراره فقال يا أبا المسورة خبأت هذا لك يا أبا المسورة خبأت هذا لك. عن المسوري ابن مخرمة قدمت على النبي صلى الله عليه وسلم أقبية تابعه الليث عن ابن أبي مليكة. رسول صلى الله عليه وسلم ബനി ഖുറൈദയുടെയും ബനി അന്നദീറിൻ്റെയും സമ്പത്തുകൾ എങ്ങനെയാണ് വിതരണം ചെയ്തത്, എന്തോരം അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നീക്കി വച്ചു. അപ്പോൾ മദീനയിൽ റസൂൽ ചെല്ലുമ്പോൾ അവിടെ കുറേ ഗോത്രങ്ങളുണ്ടായിരുന്നു. ബനി ഖുറൈദ, ബനു അന്നദീർ, ഔസ്, ഖസ്റജ്, അങ്ങനെ കുറേ ഗോത്രങ്ങളുണ്ടായിരുന്നു. ഇതിൽ 2 പേരെ പുറത്താക്കി. യഹൂദന്മാരായിരുന്നു. കാരണം അവർ കുറേ രാജ്യദ്രോഹം ചെയ്തിട്ടുണ്ട്. ഉള്ളിലിരുന്ന് വാതിൽ തുറന്നു കൊടുക്കുക, കോട്ടയുടെ ഒറ്റ കൊടുക്കുക, റസൂലിനെ ആക്രമിക്കാൻ വേണ്ടി ആളുകളെ ഉള്ളിൽ കയറ്റുക, അങ്ങനെയൊക്കെയുള്ള ചില തരികിട പരിപാടികൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ രാജ്യദ്രോഹം ചെയ്തിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഓടിച്ചു വിട്ടു. അവരെയൊക്കെ സമ്പത്തുകൾ മുസ്ലിങ്ങൾക്ക് വീതം ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. കൈഫ ഖസമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈളത വൻ നദീറ വമാഅത മൻ ദാലിക മിൻ നവാബിഹി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ആളുകൾ അവരുടെ ഈന്തപ്പന മരങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമ്മാനമായി കൊടുക്കാറുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അവരൊക്കെ പറമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു, കയറി ചെല്ലുമ്പോൾ ആദ്യം നിൽക്കണത് അല്ലെങ്കിൽ രണ്ടാമത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും നന്നായി കായ്ക്കുന്ന ഈന്തപ്പന റസൂലിനുള്ളതാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു പള്ളിയിലേക്ക് തെങ്ങ് അടക്കമരമൊക്കെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിലുണ്ടാകുന്ന തേങ്ങയും അടയ്ക്കാമരമൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. പള്ളിയിൽ ലേലം വിളിച്ച് ചിലവിന് ഉപയോഗിക്കുന്ന രീതി ഇപ്പോൾ അതൊന്നും കാണാറില്ല. അദ്ദേഹം ബനി ഖുറൈളയും ബനി അന്നദീറിനെയും കീഴടക്കുന്നത് വരെ. അതിനുശേഷം അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഈന്തപ്പനകൾ കൊടുത്താൽ അദ്ദേഹം അത് തിരിച്ച് കൊടുക്കുമായിരുന്നു, വേണ്ട എന്ന് പറഞ്ഞ്. കാരണം അപ്പോൾ ബനു നദീറിൻ്റെയും ബനു ഖുറൈളയുടെയും സമ്പത്തിൻ്റെ 5/1 എന്ന് പറയുന്നത് ഒരുപാടുണ്ടായിരുന്നിരിക്കും. പിന്നീട് റസൂലിന് അങ്ങനെ പൈസയ്ക്ക് ആവശ്യം ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സമയത്തു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു യഖൂലു കാന റജുലു യജഅലു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഖലാതി ഹത്ത അഫ്തതഹ ഖുറൈളത വൻ നദീറ ഫകാന ബഅദ ദാലിക യറുദ്ദു അലൈഹിം. മുമ്പുള്ള ഹദീസിൻ്റെ കാര്യത്തിൽ പറയുന്നു, അൽ മഖ്റമ എന്ന് പറയുന്ന ആൾ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ റസൂല് വളരെ മാന്യമായിട്ടും ദയയോടെയും കരുണയോടെയും മൃദുവായിട്ടും ഒക്കെ ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് മറ്റു സഹാബാക്കളോടും പെരുമാറിയിരുന്നത്. കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഷഹീദായ ഒരു ഗാസി, അതായത് ഖസ്വ യുദ്ധത്തിന് പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ്റെ സമ്പത്ത് വളരെയധികം അനുഗ്രഹീതമാകുന്നു. അതായത് മുസ്ലിം പട്ടാളക്കാരൻ്റെ സമ്പത്ത്, അദ്ദേഹം ഷഹീദായാൽ ആ സമ്പത്ത് ഭയങ്കര അനുഗ്രഹീതമാണ്. അയാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമോ അതല്ലെങ്കിൽ അയാളുടെ ഭരണാധികാരിയോടൊപ്പമോ ആണ് ആ യുദ്ധം ചെയ്തത് എങ്കിൽ ബറക്കത്തുൽ ഗാസി ഫി മാലിഹി ഹയ്യൻ വമയ്യിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഉലാത്തിൽ അംർ. അബ്ദുല്ലാഹ് ഇബ്നു അസ്സുബൈർ വിശദീകരിക്കുന്നു, അസ്സുബൈർ അൽ ജമൽ യുദ്ധത്തിൽ എഴുന്നേറ്റു. അദ്ദേഹം എന്നെ വിളിച്ചു, ഞാനും അദ്ദേഹത്തിൻ്റെ അരികിൽ എഴുന്നേറ്റ് വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അല്ലയോ എൻ്റെ മകനെ, ഇന്ന് ഒരാൾ കൊല്ലപ്പെടും, ഒന്നല്ലെങ്കിൽ ആക്രമിക്കുന്നവൻ അതല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടവൻ. എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ കാണുന്നു, ഞാൻ കൊല്ലപ്പെട്ടേക്കുമെന്ന് അടിച്ചമർത്തപ്പെട്ട ഒരാളായി. അപ്പോൾ അടിച്ചമർത്തപ്പെട്ടവൻ അല്ലെങ്കിൽ അടിച്ചമർത്തുന്നവൻ, അത് ശത്രുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കടങ്ങളാകുന്നു എൻ്റെ ഏറ്റവും വലിയ സങ്കടം അല്ലെങ്കിൽ വിഷമം. അപ്പോൾ ആൾക്ക് യുദ്ധത്തിന് പോകുമ്പോൾ അസുബൈറിന് ഒരുപാട് കടം ഉണ്ടായിരുന്നു. അത് മകനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനോട് പറയുകയാണ്, നമ്മുടെ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്താലും എൻ്റെ കടം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ കടമെല്ലാം വീട്ടിൽ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമെന്ന്? അസുബൈർ കൂട്ടിച്ചേർത്തു, എൻ്റെ മകനെ, നമ്മുടെ സ്വത്തുക്കളെല്ലാം വിൽക്കുക,
എന്നിട്ട് എൻ്റെ കടം വീട്ടുക. അസുബൈർ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ 1/3 അസുബൈർ എന്നിട്ട് വിൽപത്രം എഴുതി അല്ലെങ്കിൽ പറഞ്ഞേൽപ്പിച്ചു. വില്ല്, നമ്മൾ വില്ലൊക്കെ കണ്ടതാണ് ഒരു അധ്യായത്തിൽ. എൻ്റെ സമ്പത്ത് നീ 3ആയി വീതിക്കുക. ഒരു വീതം എൻ്റെ മക്കൾക്കുള്ളതാകുന്നു, ഒരു വീതം നിൻ്റെ മക്കൾക്കുള്ളതാകുന്നു, ഒരു വീതം കടം വീട്ടാനുള്ളതാകുന്നു. കടം വീട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും ബാക്കി ഉണ്ടായാൽ അത് മുഴുവൻ കൊടുത്തു തീർന്നു, എല്ലാം കഴിഞ്ഞു, ഇനിയൊന്നും കൊടുക്കാനില്ല. അപ്പോൾ ബാക്കി വീണ്ടും സമ്പത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ 1/3 നിൻ്റെ മക്കൾക്ക് കൊടുക്കുക. ഹിഷാം റിപ്പോർട്ടർമാരിൽ ഒരാൾ കൂട്ടിച്ചേർക്കുന്നു, അബ്ദുള്ളയുടെ മക്കൾ പലരും അസുബൈറിൻ്റെ മക്കളുടെ പ്രായം ഉള്ളവരായിരുന്നു. അതായത് വാപ്പാക്കും മോനും ഒരേ പ്രായമുള്ള മക്കൾ. ഇത് അറബികളുടെ കാര്യത്തിൽ റസൂലിൻ്റെ സമയത്തൊക്കെ പതിവായിരുന്നു. വയസ്സാം കാലത്തൊക്കെ കല്യാണം കഴിക്കാറുണ്ടായിരുന്നു അവർ. അപ്പോൾ മക്കളുടെ മക്കളൊക്കെ ചിലപ്പോൾ ഒരേ പ്രായക്കാരായിരിക്കും. നമ്മളത് അങ്ങനെ കണ്ട് പരിചയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ പറയുകയാണ്, അബ്ദുള്ളയുടെയും അസുബൈറിൻ്റെയും മക്കൾ ഏകദേശം ഒരേ പ്രായക്കാരായിരുന്നു. ഹുബൈബും അബ്ബാദും ആണ് ഉദാഹരണങ്ങൾ. അബ്ദുള്ളയ്ക്ക് 9 ആൺമക്കളും 9 പെൺമക്കളും ആ സമയത്ത് ഉണ്ടായിരുന്നു. റിപ്പോർട്ടർമാരിൽ ഒരാളായ അബ്ദുള്ള കൂട്ടിച്ചേർക്കുന്നു, എൻ്റെ പിതാവ് അസുബൈർ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. അതായത് എൻ്റെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കടത്തിൻ്റെ മേലിലേക്ക് കൊണ്ടുവന്നു. പറഞ്ഞ് ഇനി എങ്ങാനും നിന്നെക്കൊണ്ട് കടം വീട്ടാൻ പറ്റിയില്ലെങ്കിൽ നീ എൻ്റെ റബ്ബിനോട് സഹായം ചോദിക്കുക. അള്ളാഹുവാണേ, അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല, എൻ്റെ രക്ഷാധികാരിയോട് ചോദിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആപ്പാ ആരാണ് നിങ്ങളുടെ റബ്ബ് അല്ലെങ്കിൽ രക്ഷാധികാരി? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അള്ളാഹു. ഇതൊക്കെയാണ് ഈ ഔലിയ എന്ന് പറയേണ്ട ടീം. നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. യുദ്ധസംബന്ധമായി നടത്തുന്ന അത്ഭുത പ്രവർത്തികളെയാണ് കറാമത്ത് എന്ന് വിളിക്കുക എന്നും, ബാക്കി സമയങ്ങളിൽ ചുമ്മാ ഇരുന്ന് വിമാനം പൊക്കി പിടിച്ചു പറന്നുപോയി, റെയിൽവേ ട്രാക്കിൽ നിന്ന് പോയപ്പോൾ പിടിച്ചു പൊക്കി ട്രാക്കിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിച്ചാത്തൻ കഥകൾ പറഞ്ഞുകൊണ്ട് വരാറുണ്ട് ആളുകൾ. അതൊക്കെ വെറുതെ കള്ളനുണകളാണ്. കാരണം ഇമാമിങ്ങൾ തന്നെ പറയുന്നത് മുഅ്ജിസത്തുകളും കറാമത്തുകളും യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് മാക്സിമം വന്നിരിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ വല്ലതും നടന്നു എന്ന് കണ്ടാൽ ഒരല്പം സംശയദൃഷ്ടിയോടെ മാത്രമേ അതിനെ കാണാവൂ എന്നും ഇമാമിയങ്ങൾ പറയാറുണ്ട്. ഇവിടെ ആൾ പറയുകയാണ്, അള്ളാഹുവാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പിന്നീട് എനിക്ക് എപ്പോഴെങ്കിലും കടവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാനപ്പം തന്നെ ദുആ ചെയ്യുമായിരുന്നു, അല്ലയോ അസുബൈറിൻ്റെ റബ്ബേ, അതായത് അസുബൈറിൻ്റെ രക്ഷിതാവേ അള്ളാഹുവേ, അവൻ്റെ കടം നീ കൊടുത്ത് തീർക്കണേ അവന് പകരമായി. അങ്ങനെ അള്ളാഹു എന്നെ സഹായിക്കുമായിരുന്നു അത് കൊടുത്തു തീർക്കാൻ. വെറുതെ ദുആ ചെയ്യുമ്പോഴത്തേക്കും പൈസ ഉണ്ടായി വരുന്നു. എന്തെങ്കിലും രീതിയിലൂടെ യുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കാനുള്ളത് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആളുടെ കയ്യിൽ പൈസ വരും, ആ കടം കൊടുത്തു തീർക്കും. അതാണ് കറാമത്ത് എന്ന് പറയുന്നത്. അസുബൈർ രക്തസാക്ഷിയായി ഒരു ദീനാറോ ദിർഹമോ കയ്യിലില്ലാതെ വെറും 2 തുണ്ട് ഭൂമി മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒന്ന് അൽ ഗാബ എന്ന് പറയുന്നതായിരുന്നു. മദീനയിൽ 11 വീടുകളും ഉണ്ടായിരുന്നു. 2 ബസ്രയിൽ ഉണ്ടായിരുന്നു, 1 കൂഫയിൽ ഉണ്ടായിരുന്നു, 1 ഈജിപ്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം യുദ്ധത്തിന് പോകുമ്പോഴൊക്കെ കിട്ടിയ വീതങ്ങളാണ് ഈ പറയുന്നത് യുദ്ധ മുതലുകളിൽ പെട്ടത്. അപ്പോൾ ഇതൊഴികെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ദീനാറോ ദിർഹമോ ഉണ്ടായിരുന്നില്ല. അസുബൈറിന് കടം വരാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ആളുകൾക്ക് ഒരുപാട് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അത് ആളുകൾ ഇദ്ദേഹത്തിനെ സൂക്ഷിക്കാനേൽപ്പിക്കുന്ന പൈസയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സൂക്ഷിക്കാനേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടുത്തെ ഒരു ബാങ്ക് പോലെയാണ്. ആളുകൾ കൊടുന്ന് സൂക്ഷിക്കാനേൽപ്പിക്കുക. നമുക്കറിയാം മക്കയിൽ റസൂലിനെ ആയിരുന്നു ആളുകൾ പൈസ സൂക്ഷിക്കാനേൽപ്പിച്ചിരുന്നത്. അത്രയധികം വിശ്വസ്തനായിരിക്കും അസുബൈർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങൾ പൈസ എൻ്റെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ വയ്ക്കാൻ വേണ്ടി തരണ്ട, കാരണം എനിക്കതിൽ അല്പം ശ്രദ്ധക്കുറവ് വന്നാൽ പണിയാവും, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കടമായിട്ട് തന്നാൽ മതിയെന്ന്. അപ്പോൾ ആളുകളെല്ലാവരും അദ്ദേഹത്തിന് പൈസ കൊണ്ടുപോയി കൊടുക്കുക, ഇന്നാ 100 രൂപ പിടിച്ചോ അല്ലെങ്കിൽ 1000 ദിനാർ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അത് അദ്ദേഹം കടമായിട്ട് ആണ് മേടിക്കുന്നത് പോലെയാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വയ്ക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. അസുബൈർ ഒരിക്കലും ഒരു ഗവർണറെയോ ഭരണാധികാരിയെയോ അല്ലെങ്കിൽ കളക്ടർ അല്ലെങ്കിൽ മേടിക്കുന്ന ഒരാളെയോ അല്ലെങ്കിൽ ടാക്സ് കരം പിരിക്കുന്ന ആളെയോ അതല്ലെങ്കിൽ ഖറാജ് അതിനെയൊന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം സമ്പത്ത് കൂട്ടിയത് യുദ്ധ മുതലുകളിൽ നിന്നുള്ള വീതത്തിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തപ്പോൾ കിട്ടിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു അദ്ദേഹം യുദ്ധം ചെയ്തിരുന്നത്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഇവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരോടൊപ്പമാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കടം മുഴുവൻ കൂട്ടി നോക്കിയപ്പോൾ അത് വന്ന് 2 മില്യൺ 22 ലക്ഷത്തിന് മേളിൽ വരുമായിരിക്കും.
റിപ്പോർട്ടർമാരിൽ ഒരാൾ കൂട്ടിച്ചേർക്കുന്നു, ഹാക്കിം ബിൻ നിസാം അബ്ദുല്ല ബിൻ അസുബൈറിനെ കണ്ടു എന്നിട്ട് ചോദിച്ചു, അല്ലയോ എൻ്റെ സഹോദരൻ്റെ കടം എത്രയാകുന്നു? അബ്ദുല്ല അത് ഭയങ്കര രഹസ്യമായിട്ടായിരുന്നു വച്ചിരുന്നത്. എന്നിട്ട് പറഞ്ഞു 1,00,000. അപ്പോൾ ഹാക്കിം പറഞ്ഞു, അള്ളാഹു ആണേ ഈ നിൻ്റെ സമ്പത്ത് കൊണ്ട് അത് വീട്ടാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അബ്ദുള്ള അദ്ദേഹത്തിനോട് പറഞ്ഞു 22 ലക്ഷം ആണെങ്കിലോ? ഹക്കീം പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല നിനക്കത് അടച്ചു തീർക്കാൻ പറ്റുമെന്ന്. നിനക്കത് മുഴുവൻ അടച്ചു തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. അസുബൈർ അൽ ഗാബ മേടിച്ചിരുന്നു അതിന് തൊട്ട് മുമ്പ് തന്നെ. അത് 1,70,000-നായിരുന്നു. അബ്ദുള്ള അത് വിറ്റു 26 ലക്ഷത്തിനാണ് അത് വിറ്റത്. എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അസുബൈറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ളവരുണ്ടെങ്കിൽ അൽ ഗാബയിലേക്ക് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അബ്ദുല്ല ബിൻ ജാഫർ വന്നു. അസുബൈർ 4 ലക്ഷം അദ്ദേഹത്തിന് കൊടുക്കാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അബ്ദുല്ല ബിൻ സുബൈറിനോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഞാൻ പുറത്തു തരാം, അത് തരേണ്ട കാര്യമില്ല. അബ്ദുല്ല ബിൻ സുബൈർ പറഞ്ഞു, വേണ്ട. അപ്പോൾ ഇബ്നു ജാഫർ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഈ പൈസ തിരിച്ചു തരാനുള്ള സമയം ഞാൻ നീട്ടിത്തരാം. അപ്പോഴും ഇബ്നു അസുബൈർ പറഞ്ഞു, വേണ്ട. അബ്ദുല്ലാഹിബിൻ ജാഫർ പറഞ്ഞു, എന്നാൽ നീ ഒരു തുണ്ട് ഭൂമി എനിക്ക് തന്നേരെ എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹിബിൻ അസുബൈർ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇന്ന സ്ഥലം വരെയുള്ളത് നിൻ്റെയാകുന്നു എന്ന് പറഞ്ഞു. അതായത് അവരുടെ സ്വത്തിൽ നിന്നും ഇതെടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ കുറച്ച് സ്ഥലം കൊടുത്തു. അങ്ങനെ അബ്ദുല്ല ഇബ്നു അസുബൈർ കുറച്ച് സ്ഥലം, കുറേ വീടുകളും ഉണ്ടായിരുന്നു അതിനകത്ത്, അതെല്ലാം കൊടുത്ത് കടം വീട്ടി. ബാക്കി 4.5 വീതം ആ ഭൂമിയുടെ അൽഗാബയിലുള്ള ഭൂമിയുടെ 4.5 ഭാഗം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ബാക്കിയായി ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം മുആവിയയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടെ അംർ ബിൻ ഉസ്മാൻ, അൽ മുൻദിർ ബിൻ സുബൈർ, ഇബ്നു സമ ഇവരെല്ലാവരും അവിടെ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. മുആവിയ ചോദിച്ചു, നീ എന്ത് വിലയ്ക്കാണ് അൽഗാബ വിറ്റത്? അദ്ദേഹം പറഞ്ഞു, 1,00,000 ഓരോ വീതത്തിനും. അപ്പോൾ അതുപോലെ സെൻറ്റെന്നോ ഏക്കറെന്നോ ഒക്കെ ഉള്ള കണക്ക് പോലെ 1,00,000 വിലയിട്ട് കൊടുത്തു. മുആവിയ ചോദിച്ചു, ഇനി എന്ത് ബാക്കിയുണ്ട്? അബ്ദുള്ള പറഞ്ഞു, 4.5 ബാക്കിയുണ്ട്. നമ്മുടെയൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് 4.5 ഏക്കർ അങ്ങ് കൂട്ടാം മനസ്സിലാക്കാൻ. അൽ മുൻദിർ സുബൈർ പറഞ്ഞു, അതിനകത്ത് നിന്ന് 1,00,000-ന് ഞാൻ കുറച്ച് വേണമെങ്കിൽ മേടിച്ചോളാം. അംർ ബിൻ ഉസ്മാൻ പറഞ്ഞു, ഞാനും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു വീതം, അതിന് ഞാൻ 1,00,000 തന്നേക്കാം. ഇബ്നു സമാ പറഞ്ഞു, നിൻ്റെ ഒരു വീതം മേടിക്കാൻ ഞാനും റെഡിയാണ്, 1,00,000 തന്നേക്കാം. മുആവിയ പറഞ്ഞു, ഇനി എന്തോരം ബാക്കിയുണ്ട്? അബ്ദുള്ള പറഞ്ഞു, 1.5. മുആവിയ പറഞ്ഞു, അത് ഞാൻ 1.5 ലക്ഷത്തിന് മേടിച്ചോളാം. അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ വീതം കൂടി മുആവിയയ്ക്ക് 6 ലക്ഷത്തിന് വിറ്റു. അപ്പോൾ ഇത്ര നേരം പറഞ്ഞാൽ നമ്മൾ അസുബൈറിൻ്റെ, അത് വാപ്പാടെ സമ്പത്താണ്, ഇത് മകൻ്റെയും കൂടെ വിറ്റുണ്ടാവുമായിരിക്കും. ഇബ്നു സുബൈർ എല്ലാ കടങ്ങളും കൊടുത്ത് വീട്ടിയപ്പോൾ അസുബൈറിൻ്റെ ആൺമക്കൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങളുടെ വീതം ഞങ്ങൾക്ക് തരൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒന്നും തരില്ല, 4 ഹജ്ജ് കാലം കഴിയുന്നത് വരെ. അതായത് ഓരോ ഹജ്ജിലും അദ്ദേഹം അവിടെ പോയി നിന്നിട്ട് വിളിച്ചു പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും സുബൈർ എന്തെങ്കിലും തരാനുണ്ടോ എന്ന് ചോദിക്കും. ഇങ്ങനെ അതായത് എൻ്റെ വാപ്പ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ 4 കൊല്ലം അദ്ദേഹം ഹജ്ജിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരൂ എന്നാണ് ആ വാപ്പ മക്കളോട് പറയുന്നത്. അപ്പോൾ അവിടെ ആരെങ്കിലും സുബൈറിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കിട്ടാനുള്ളവർ ഉണ്ടെങ്കിൽ അവർ വന്ന് അത് മേടിച്ച് ആ കടം തീർത്ത് പൊക്കോളുമല്ലോ. അങ്ങനെ അദ്ദേഹം വിളിച്ചു പറയാൻ തുടങ്ങി എല്ലാ ഹജ്ജിലും. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ പരമ്പരാവകാശികൾക്ക് വീതം വെച്ചു കൊടുത്തു. സുബൈറിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 1/3 സ്വത്ത് അദ്ദേഹത്തിൻ്റെ വിൽപത്ര പ്രകാരം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഭാര്യമാർക്കും 12 ലക്ഷം വെച്ച് കിട്ടി. അങ്ങനെ മൊത്തം സമ്പത്ത് എന്ന് പറയുന്നത് 52 ലക്ഷം ആയിരുന്നു. ഇതാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. അള്ളാഹു അലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.